ഗായ്സ്, അപ്പം ഞാനിപ്പം ലുലുവിലാണുള്ളത്. ഞാൻ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ലുലുവിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. നമുക്ക് ഹൈപ്പറിൽ പോകണം. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കൂടെ കയറുന്നതെന്ന് തോന്നുന്നു. കുറേ നാളായി ഞാൻ ലുലുവിലോട്ട് വന്നിട്ട്. കാരണം എനിക്കിങ്ങനെ ലുലുവിലൊന്നും വന്ന് ഇത്രയും ക്രൗഡിനകത്ത് നിൽക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വരാറേ ഇല്ല. പക്ഷേ ഇപ്പം സാധനം വാങ്ങിക്കുന്നുണ്ടോ അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോകും. നമുക്ക് താഴോട്ട് പോകണം. അവിടെയാണ് ഹൈപ്പർ. ഇനിയും താഴത്തോട്ട് പോകണം. സോ നമുക്ക് അടുത്ത എസ്കലേറ്ററിൽ പോവാം. വലിയൊരു ചടങ്ങാണ് സത്യം പറഞ്ഞാൽ. ഇനി സൺഡേ ആയതുകൊണ്ട് ചിലപ്പം ഹൈപ്പറിൽ നല്ല തിരക്കായിരിക്കും. എവിടെ പോവുക. അതെ, എവിടെയാണ്? അവിടെയാണ്. ഗൈസ്, ഇവിടെ എന്തോ ലുലുവിൻ്റെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. എന്തോ സാധനങ്ങളൊക്കെ. സോ അതിൻ്റെ ഒരു തിരക്കാണ്. 60% ഓഫ് എന്തോ ഉണ്ട്. പോരാഞ്ഞ സൺഡേയും കൂടെ ഉണ്ട്. നല്ല തിരക്കുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാനാത്തിപ്പാ. ഗൈസ്, ഇവിടുത്തെ ഇങ്ങനത്തെ കാറൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും കാറ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ഓഫർ. ഹൈപ്പർ മാർക്കറ്റിലെത്തി. ഇതാണ് ഇവിടുത്തെ തിരക്ക്. എൻ്റെ ഫേവറേറ്റ് എന്തോന്ന് ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ റെഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ലക്സിൻ്റെ ഒരു ബോഡി വാഷ് തപ്പി, പക്ഷെ കിട്ടിയില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതിവിടെ കാണുന്നില്ല. അപ്പുറത്തുണ്ടോ നോക്കാം. ഇവിടെ ഒന്നുമില്ല. അപ്പുറത്തുണ്ടോ നോക്കാം. ഇവിടെ എല്ലാം സോപ്പാണ്. സോപ്പ് വാങ്ങിക്കണം. അങ്ങോട്ട് പോയി നോക്കാം. ആദ്യത്തെ കാര്യം ഇവിടെ എല്ലാം ഭയങ്കര ഭയങ്കര തിരക്കുന്നു. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ. ഒന്നും അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഈ ലുലുവിലെ ആൾക്കാരെല്ലാം ഇറങ്ങി. ഇവിടെ ആരും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാൻ പറ്റിയിരുന്നു. നമുക്ക് നട്ട്സിൻ്റെ സെക്ഷൻ നോക്കാം. കുറച്ച് നട്ട്സ് വാങ്ങിക്കണം. പക്ഷെ എനിക്കാണെങ്കിൽ എന്ത് പോലെ. ഇതാണ് നട്ട്സിൻ്റെ സെക്ഷൻ. കണ്ടോ, നല്ല ഭയങ്കര തിരക്കാണെന്ന്. സൺഡേ ആയതുകൊണ്ട് സോ എവിടെയും തൊടാൻ വയ്യ. അതേപോലെ തിരക്ക്. എനിക്ക് എന്തൊക്കെയോ വേണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ആകെപ്പാടെ ടെൻഷനാണ്. നല്ല തിരക്കിനിടയിൽ ഇവിടെ പാത്രങ്ങൾക്കൊക്കെ ഭയങ്കര ഓഫറുണ്ട്. ഫാനൊക്കെ നല്ല ഓഫർ ഉണ്ട്. ഞാൻ ഒരു തള്ളവായി ഭയം തോന്നി. എനിക്ക് പാത്രങ്ങൾ കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നും. ഉണ്ടോ? ബോട്ടിലുണ്ടോ നോക്കട്ടെ. സർഫ് എക്സൽ വാങ്ങിക്കണം. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴത്തേ ഒരുപാട് കേക്കൊക്കെ വരും. പ്ലം കേക്ക് നെക്സ്റ്റ് മന്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സർഫ് എക്സൽ വാങ്ങിക്കണം. സോപ്പ് പൊടിയാണോ ഇത്? സർഫ് എക്സൽ മാറ്റ്. ഞാൻ കുറച്ച് ലിസ്റ്റ് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഇത് ബിസ്ക്കറ്റിൻ്റെ സെക്ഷനാണ്. നമുക്കത് ആവശ്യമില്ല. പണ്ടൊക്കെ ഞാൻ എന്തോരം ദുബായ് ചോക്ലേറ്റ്. ദുബായിലെ ചോക്ലേറ്റ് ഇവിടെ കൊച്ചി. ദുബായ് ചോക്ലേറ്റ്
അപ്പം പണ്ടൊക്കെ ഞാൻ എന്തോരം ബിസ്ക്കറ്റും മുട്ടായും ചോക്ലേറ്റും ഒക്കെ കഴിക്കും. അപ്പൊ ഒന്നും കഴിക്കാനൊരു മൂടില്ല. നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ. ഇവിടുന്ന് കൊള്ളിയാണ് എനിക്കിഷ്ടം. പക്ഷെ കൊള്ളി ഇവിടെ ഉണ്ട്, പക്ഷെ എരിവില്ലാത്ത കൊള്ളിയാണ്. എരിവുള്ള കൊള്ളി ഇല്ല. കാള നോക്കും. തിരക്കിനിടയിലാണ് നമ്മളൊക്കെ. ഹായ് പ്ലീസ്. ബില്ലിംഗ് ആണ് പറ്റാത്തത്. കാരണം ഈ സൺഡേ കണ്ട് ബില്ലിങ്ങിൽ കുറേ നേരം നിന്നാലേ ബില്ലടിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി കൊണ്ടുപോകാനും പാടായിരിക്കും. ഈ ഒരു ബോക്സ് കൊള്ളാം, പക്ഷെ ഇതിനകത്ത് മുന്തിരിങ്ങ ഉണ്ട്, അത് ഞാൻ കഴിക്കത്തില്ല. കിസ്മിസ്, അപ്പോൾ അത് വേസ്റ്റ് ആക്കി കളയേണ്ടി വരും. ദേഹം കരയുന്നു കേട്ടോ. സീന, അവൻ എന്തിനോ കരയുന്നു. കലിപ്പാവൻ പാവം. ആ, ഇതാണ് ക്യൂ. ബില്ല് ചെയ്യുന്നിടത്ത് തിരക്കതാണ്. ഇത്രയും ബില്ലിംഗ് സെക്ഷൻ ഉണ്ടെങ്കിലും തിരക്കോട് തിരക്കാണ്. ഇതിപ്പം വലുതായിട്ട് കാണിക്കാനൊന്നും ഇല്ല. ലുലുല ഹൈപ്പർ മാർക്കറ്റ് കാണാത്തവരായിട്ട് കേരളത്തിന് പുറത്തൊന്നും ആരും കാണത്തില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളായി ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇനി എന്താ വാങ്ങിക്കാനുള്ളത്? ഈ ബിസ്ക്കറ്റ് ഒരെണ്ണം ഒരു ദിവസം കഴിക്കാവുന്നതാണ്, പക്ഷേ എനിക്ക് ഒരെണ്ണം പോലും വേണ്ട. നമുക്ക് എടുത്ത സാധനങ്ങൾ ബില്ലടിക്കാം. ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഭയങ്കര തിരക്കായതുകൊണ്ട് ഒരു സുഖമില്ല. അങ്ങനെ ഞാൻ വന്ന് ക്യൂ നിന്നു. നല്ല അത്യാവശ്യം തിരക്കില്ലാത്തൊരു ക്യൂ നോക്കി നിന്നു. ഇനി നമുക്ക് ബില്ലടിക്കാം. വാങ്ങിച്ച സാധനങ്ങൾ ബില്ല് ചെയ്യാം. സ്പോട്ട് ചെയ്തിട്ടുള്ള ആളാണ്. എല്ലാവരും ഹായ് പറഞ്ഞു. ഇതിൻ്റെ പേര് വന്നിട്ട് ദ ലെജൻഡ് ഓഫ് നാഗമുഖി. കണ്ടോ, തത്തയുടെ പോലെ വന്നിട്ടൊരു ഇച്ചിരി പ്രായമായിട്ടുള്ള ഒരു കിളിയാണ്. ഇതിൻ്റെ സ്റ്റോറിയാണ് എഴുതി വെച്ചത്. ഇതൊന്ന് വായിക്കും.